ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇരിക്കുന്നത് തറയിലാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനും വേറൊരു കൂട്ടുകാരും കൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിട്ട് എടുത്ത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇതുവരെ ഒന്നും എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടില്ല. അതായത് മൂവിൻ എല്ലാം ചെയ്തു എങ്കിൽ പോലും എല്ലാം അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഇതുവരെ എവിടെ ഇരുന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത്. ഇവിടെ ആകുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, അത് കാരണമാണ് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർത്ത് വിസസ് മെൽബൺ. അതായത് സ്റ്റുഡൻസ് വന്നാലും അല്ലെങ്കിൽ ആര് വന്നാലും പെർത്താണോ നല്ലത് അതല്ലെങ്കിൽ മെൽബൺ ആണോ നല്ലത്, ഇത് രണ്ടിലും താമസിച്ചു. അതായത് ഞാൻ പെർത്തിൽ 3 വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മെൽബണിൽ ഏകദേശം 1 വർഷം ആവണു. അപ്പോൾ രണ്ടിൻ്റെയും എക്സ്പീരിയൻസ് എനിക്കറിയാവുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കായിക്കോട്ടെ ഏതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് PR ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ, പിന്നെ ബാക്കി വെതർ, അങ്ങനെ മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സൊക്കെ ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് PR ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ നേരത്ത് പെർത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ കുറേ PR ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ പെർത്തിലാണ് നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ നേരത്ത് എക്സ്ട്രാ 5 പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർത്ത് ഒരു റീജിയണൽ ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2017 വരെ റീജിയണൽ ഏരിയ ആയിരുന്നു. 2017 അവർ എടുത്തു കളഞ്ഞു റീജിയണൽ ഏരിയയുടെ ലിസ്റ്റിൽ നിന്ന്. അത് കഴിഞ്ഞ് 2019 അവർ തിരിച്ച് പിന്നെയും പെർത്തിനെ റീജിയണൽ ഏരിയ ആയിട്ട് അനൗൺസ് ചെയ്തു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർത്ത് മെൽബൺ അല്ലെങ്കിൽ സിഡ്നി വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒട്ടും വളർച്ചയില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. കാര്യം കമ്പയർ ചെയ്യുമ്പോൾ പെർത്ത് ശരിക്കും ഞാൻ താമസിച്ചൊരു സ്ഥലമാണ്. അന്ന് വെച്ചാൽ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് ഭയങ്കര റീജിയണൽ ഏരിയ ആണോ, അവിടെ കടയൊന്നുമില്ല, അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അല്ല. പെർത്ത് നമ്മൾ നോക്കാൻ നേരത്ത് നല്ല ഡെവലപ്ഡ് ആണ്. പക്ഷേ സിഡ്നി അല്ലെങ്കിൽ മെൽബൺ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഡെവലപ്മെൻറ്റ് അത്രയും ഇല്ല എന്നതുകൊണ്ടാണ് പെർത്തിനെ റീജിയണൽ ഏരിയ ആയിട്ട് അവർ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിഡ്നിയിലും അല്ലെങ്കിൽ മെൽബണിലുള്ള അത്ര പോപ്പുലേഷൻ ഒന്നും നമ്മുടെ ഇവിടെ പെർത്തിലില്ല. അപ്പം അത് കാരണം അത് റീജിയണൽ ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് PRന് അപ്ലൈ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ 5 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. PR പോയിൻറ്റ്സ് കാൽക്കുലേഷനെ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ബെനിഫിറ്റിനെ പറ്റി സംസാരിക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് സ്റ്റേ ബാക്കിൻ്റെ കാര്യം. സ്റ്റേ ബാക്ക് എല്ലാവർക്കും അറിയാം, 485 വിസ. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഇത്ര എക്സ്ട്രാ ഇയേഴ്സ് നിൽക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പഠിച്ച ഒരാൾക്ക്, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ 2 to 3 ഇയേഴ്സാണ് നമുക്ക് സ്റ്റേ ബാക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ റീജിയണൽ ഏരിയയിൽ പഠിച്ചൊരു വ്യക്തിയാണ്, അതായത് ഇപ്പോൾ പെർത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പെർത്തിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ 1 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. അത് റീജിയണൽ ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഈ 2 ബെനിഫിറ്റും, അതായത് എക്സ്ട്രാ 5 പോയിൻറ്റ്സ് കിട്ടും, അതുകൂടാണ്ട് എക്സ്ട്രാ 1 ഇയർ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനും പറ്റും നിങ്ങൾ പെർത്തിലാണ് പഠിച്ചെങ്കിൽ. പക്ഷേ അതേസമയം അത് നിങ്ങൾ മെൽബണിലാണെങ്കിൽ ഈ പറഞ്ഞ 2 ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല. കാര്യം മെൽബൺ ഒരു റീജിയണൽ ഏരിയ അല്ല, ഓൾറെഡി നല്ലൊരു വലിയൊരു സിറ്റിയാണ്, കുറേ പഴയ സിറ്റിയാണ്, കുറേ ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം ഗവൺമെൻറ്റിന് ഇല്ല. അടുത്തൊരു ബെനിഫിറ്റിനെ പറ്റി സംസാരിക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സ്കിൽ നോമിനേഷൻ ലിസ്റ്റിനെ പറ്റിയാണ്. പെർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടൊരു സ്കിൽ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അവിടെ പഠിച്ച, അതായത് പെർത്തിൽ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ PRന് അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കും എപ്പോഴും പ്രയോറിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ അതേസമയം മെൽബണിൽ പഠിച്ചൊരു വ്യക്തി ഈ ഒരു സ്കിൽ നോമിനേഷൻ ലിസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് PRൻ്റെ സമയത്ത് ആൾക്ക് പെർത്തിൽ പഠിച്ച ഒരാളുടെ പ്രിഫറൻസ് കഴിഞ്ഞിട്ട് മാത്രമേ മെൽബണിൽ അല്ലെങ്കിൽ സിഡ്നി പഠിച്ച ഒരാൾക്ക് പ്രിഫറൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും പെർത്തിൽ പഠിച്ചാലുള്ള ഗുണങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ലോങ് ടേമിൽ നോക്കാൻ നേരത്തെ എപ്പോഴും റീജിയണൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ബെനിഫിറ്റ്സിൽ ഒന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വലിയൊരു ഘടകമാണ് ഞാൻ അങ്ങനെ പറയാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് നമ്മൾ പെർത്തിലെയും മെൽബണിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് 2 പോയിൻ്റായിട്ടാണ് ഞാൻ തിരിച്ചേക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് ടൈം കിട്ടാനുള്ള ചാൻസസിനെ പറ്റി.
രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീൽഡിലൊരു പ്രൊഫഷണൽ ജോബ്, നിങ്ങളുടെ ഫീൽഡ് ഏതാണ് അത് റിലേറ്റഡ് ഒരു ജോബ് കിട്ടാനായിട്ട് സാധ്യത എങ്ങനെയാണ്, അതിനെപ്പറ്റി രണ്ടിനെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പറയണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ നേരത്ത് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ മെൽബണിൽ പെർത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് ജോലി കിട്ടാൻ. അന്ന് വെച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ആരും ജോലി എടുത്തു വെച്ചേക്കുന്നു, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നു, അപ്പം തന്നെ കിട്ടുന്നു, അങ്ങനെയല്ല. പെർത്തിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് മെൽബണിൽ ജോലി കിട്ടാനുള്ള സ്ട്രഗിള് കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബണിൽ പെർത്തിനേക്കാൾ കൂടുതൽ ബിസിനസ്സസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. അപ്പം ജോലി സാധ്യതകൾ കുറച്ചുകൂടി, അല്ലെങ്കിൽ ജോലികളുടെ എണ്ണം കുറച്ചുകൂടി കൂടുതൽ മെൽബണിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്ട്രഗിള് കുറവായിരിക്കും. അതേസമയം പെർത്തിൽ മെൽബൺ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി ജോലി കിട്ടാൻ പാടായിരിക്കും. അന്ന് വെച്ച് കിട്ടത്തേ ഇല്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ജോലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. പക്ഷേ മെൽബൺ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ജോലി കിട്ടാനുള്ള കുറച്ചുകൂടി സമയം എടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രഗിൾ കൂടുതലാണ് ആ ഒരു സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ജോബ്, അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടാൻ നേരത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫീൽഡ് അനുസരിച്ചിരിക്കും. കുറച്ചുകൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ അല്ലെങ്കിൽ പെർത്ത് എടുക്കാൻ നേരത്ത് അവിടെ മൈനിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജോലി സാധ്യതയുള്ളതാണ് മൈനിങ്ങിന്. അതേസമയം നമ്മൾ മെൽബണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അങ്ങനെ പ്രൊഫഷണൽ ജോബ് കുറച്ചുകൂടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ മെൽബണിലാണ്. അതേസമയം ഇപ്പം ഞാൻ പറഞ്ഞ മൈനിങ് അതുപോലത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടി ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതൽ പെർത്തിലാണ്. അപ്പം അത് കുറച്ചുകൂടി ഏത് ഫീൽഡാണ് ബേസ് ചെയ്തിരിക്കും എന്നതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതേസമയം മെൽബണിൽ കുറച്ചുകൂടി സാധ്യത കൂടുതലുണ്ടാകും, കാര്യം കുറച്ചുകൂടി ഡെവലപ്ഡ് ആയതുകൊണ്ട്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് അറിയണമെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇത് എല്ലാ വീഡിയോയും ഞാൻ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിലെ ജോലികളുടെ സാധ്യതകൾ അനുസരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിക്കുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേറ്റിലും ഓരോ ജോലിക്കും എത്ര ഡിമാൻഡ് ഉണ്ട് എന്നത് നിങ്ങൾക്ക് എടുത്തെടുത്ത് കാണാൻ പറ്റും. അപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നോക്കുക, വിക്ടോറിയയിൽ നോക്കുക. അപ്പോൾ മെൽബണിലാണോ പെർത്തിലാണോ കൂടുതൽ നിങ്ങളുടെ ഫീൽഡിന് ജോലി സാധ്യത എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എനിക്ക് സംസാരിക്കാനുള്ളത് ലൈഫിനെ പറ്റിയിട്ടാണ്. ലൈഫിനെ പറ്റി പറയാൻ നേരത്ത് പെർത്തിലും മെൽബണിലും വെച്ച് നോക്കാൻ നേരത്ത് കമ്പയർ ചെയ്യാൻ നമ്മൾ പെർത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, പെർത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അറിയാം. ഞാൻ പെർത്തിൽ താമസിച്ചിട്ടുള്ളതെന്ന് പറയാണ് 90% സാധനങ്ങൾ, ഞാൻ 90% എന്ന് പറയുന്നത് എല്ലാം പറയുന്നത്, 90% കൂടുതൽ കടകളും ഷോപ്സ് എല്ലാം 5 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെയും ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റെസ്റ്റോറൻറ്റ്സ് മാക്സിമം 9 മണി വരെ രാത്രി, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം പുതിയതായിട്ട് 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 24/7 ഉള്ളതൊക്കെ ഉണ്ട്. അല്ലാണ്ടുള്ളത് ആകെ മെക്ഡൊണാൾഡ്സും സ്പട്ട് ഷെഡും ഒക്കെയാണ് പെർത്തിൽ ഈ 24/7 ആയിട്ടുള്ളത്. അതായത് അവിടെ സിറ്റി ലൈഫ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, കാര്യം കുറച്ച് പേരേ ഉള്ളൂ. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല പെർത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ചുകൂടി പീസ്ഫുള്ളാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് പെർത്ത്. കാര്യം നമുക്ക് അധികം ട്രാഫിക് ഇല്ല, അധികം സിറ്റി ലൈഫ് ഒന്നുമില്ല, കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ളത്. 5 മണിയാകുമ്പോൾ എല്ലാ കടയും അടച്ചു പൂട്ടുന്നു, 9 മണി വരെ 1-2 റെസ്റ്റോറൻറ്റ്സ്, ആ ഒരു ഇതാണ് പെർത്തിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ അതേസമയം ഞാനിത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാന്ന് പറയണം. എന്ന് വെച്ചാൽ അവിടെ ഒറ്റ കടയും തുറന്നിരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കമ്പയർ ചെയ്യാൻ നേരത്ത് അവിടെ അധികം അങ്ങനെ സിറ്റി ലൈഫ് എന്നൊന്നും പറയാനില്ല, കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് കുറച്ച് ഫാമിലി ലൈഫൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെർത്ത് എന്ന് പറയുന്നത്. മെൽബണിൽ എടുക്കാൻ നടത്താം അതിൻ്റെ ഓപ്പോസിറ്റ്, ഫുള്ള് ട്രാഫിക്, എപ്പോഴും ബിസി, എപ്പോഴും ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റിയാണ് മെൽബൺ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് മെൽബണാണ്. അതായത് എപ്പോഴും 24/7 ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കടകളുണ്ട്, ഷോപ്സ് ഉണ്ട്. അതിപ്പോൾ അവിടുത്തെ പെർത്തിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്കോ 9 മണിക്കോ എന്നല്ല, 24/7 ഉള്ള കുറേ സാധനങ്ങളുണ്ട്. കാര്യം ഇവിടെ എപ്പോഴും ഇങ്ങനെ നിറയെ ആളുകളുണ്ട്. കാര്യം പെർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിറയെ ആളുകളുള്ളതാണ്. അതിനനുസരിച്ചുള്ള സിറ്റി ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ പറ്റിയത് മെൽബണാണ്. എന്നാൽ അതേസമയം കുറച്ചുകൂടി പീസ്ഫുൾ ലൈഫാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയത് പെർത്തും ആണ്. അടുത്ത പോയിന്റ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെതർ, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ്. കാലാവസ്ഥ അങ്ങനെ അധികം അഫക്റ്റ് ചെയ്യേണ്ട സ്റ്റുഡൻസിനൊന്നും അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ നോക്കിയിട്ടല്ല വരുന്നത്. എന്തുണ്ടെങ്കിലും അതിജീവിക്കാൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്.
പക്ഷേ പറയുവാണെങ്കിൽ കാലാവസ്ഥയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പെർത്തിൽ ഞാൻ താമസിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, ചൂടാവുമ്പോൾ 40-42 ഡിഗ്രിക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിട്ടുള്ള സിറ്റുവേഷനാണ് പെർത്തിൽ വരുന്നത്. തണുപ്പാണെങ്കിൽ അങ്ങനെ അധികം തണുപ്പിലേക്ക് പോകില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പിലായിട്ടാണ് പോകും. എന്നാലും പെർത്തിലെ ക്ലൈമറ്റ് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. ചൂടിപ്പോൾ ഞാൻ പറയുന്നത് സമ്മർ ആകുമ്പോൾ ഒടുക്കത്തെ ചൂടാവുന്നൊരു സിറ്റുവേഷൻ അല്ലാണ്ട് നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. അതേസമയം മെൽബണിൽ എടുക്കാൻ നേരത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എല്ലാ ക്ലൈമറ്റും ഉണ്ടെന്ന് ഞാൻ റീലിൽ കണ്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയാം. അതായത് രാവിലെ കൊടുക്കുന്ന തണുപ്പ്, ഉച്ചയ്ക്ക് വെയിൽ, വൈകിട്ട് മഴ, ആ ഒരു സിറ്റുവേഷൻ. ഇവിടെ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, നമുക്ക് ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പാണ് ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. ചൂടാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ചൂടാണ്. പക്ഷേ നമുക്ക് ഒട്ടും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല പ്രശ്നം, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ ഭയങ്കര വെയിൽ കണ്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാവും പെട്ടെന്ന്. അപ്പോൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വെതറാണ് മെൽബണിലെന്ന് പറഞ്ഞത്. അത് വലിയൊരു മെൽബണിലെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും കുറച്ച് കളയുമ്പോൾ എപ്പോഴും പനി ചുമ. എൻ്റെ സിറ്റുവേഷനൊക്കെ അതായിരുന്നു കുറച്ച് നാൾ. ഇപ്പം പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പം ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് മെൽബണിലെ വെതർ എന്ന് പറയുന്നത്. അതേസമയം പെർത്തിൽ എനിക്കങ്ങനെ ചൂടൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ പോലും എനിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ആ ഒരു സിറ്റുവേഷൻ വന്നില്ല. ഇനി രണ്ടിലും താമസിച്ചിട്ട് എൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ എല്ലാവരോടും പറയുന്നൊരു സംഭവമാണ്, നിങ്ങൾ മാക്സിമം സ്റ്റുഡൻ്റായിട്ട് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും റീജിയണൽ ഏരിയസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീജിയണൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് റീജിയണൽ ഏരിയ പ്രൊമോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങളൊരു സിറ്റിയിലുള്ളൊരു യൂണിവേഴ്സിറ്റീനെ വെച്ചിട്ട് റീജിയണൽ ഏരിയയിലൊരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ആളുകളെ വേണ്ടത് റീജിയണൽ ഏരിയയാണ്. അപ്പോൾ റീജിയണൽ ഏരിയയിലേക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ റീജിയണൽ ഏരിയ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിസയുടെ കിട്ടാനുള്ള ചാൻസസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് പെർത്തിലൊക്കെ വരുന്നതാണ് മെൽബണിൽ വരുന്നേക്കാളും കൂടുതൽ. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ പെർത്തിലായിട്ട് ഞാൻ എന്തുകൊണ്ട് മെൽബണിലേക്ക് വന്നു, അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച കോഴ്സ് പെർത്തിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മെൽബണിലേക്ക് മൂവ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മെൽബണിലേക്ക് മൂവ് ചെയ്യത്തില്ല. ഇതുകൊണ്ട് മാത്രമാണ് മൂവ് ചെയ്തത്. ഇൻ കേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. വേറെ പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് കുറച്ചുകൂടി എല്ലാ രീതിയിലും, അത് PR-ൻ്റെ കേസായിക്കോട്ടെ, നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയുടെ കേസായിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസിൻ്റെ കേസായിക്കോട്ടെ, അതൊക്കെ വരാൻ നേരത്തെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് റീജിയണൽ ഏരിയാസ്, അല്ലെങ്കിൽ റീജിയണൽ ഏരിയയിൽ പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി പ്രെഫറൻസ് എപ്പോഴും ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് പെർത്തിൽ പഠിച്ചൊരു വ്യക്തി മെൽബണിൽ പഠിച്ചൊരു വ്യക്തി എടുക്കാൻ നേരത്ത് എപ്പോഴും പെർത്തിൽ പഠിച്ചൊരു വ്യക്തിക്കായിരിക്കും ഗവൺമെൻറ് എപ്പോഴും കുറച്ചുകൂടി എല്ലാ കാര്യത്തിനും, അല്ലെങ്കിൽ പെർത്തിൽ പഠിക്കാൻ വരുന്നൊരു സ്റ്റുഡൻറ്റിനായിരിക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ PR-ന് അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി പ്രെഫറൻസ് കിട്ടുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ലോങ് ടേം ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ PR അപ്ലൈ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ 5 points എക്സ്ട്രാ ഇയർ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട് ആ ഒരു വർഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് PR സെറ്റിൽ ആവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കാൻ നേരത്ത്, ലോങ് ടേമിലേക്ക് നോക്കാൻ നേരത്ത് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പെർത്ത് പറയും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് മെൽബൺ വരാമെന്ന് വെച്ച് മെൽബണിൽ വന്നാൽ കൊള്ളില്ല എന്നൊന്നും അതൊന്നുമല്ല അർത്ഥം. പക്ഷെ കമ്പയർ ചെയ്യാൻ നേരത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയുവാണെങ്കിൽ പെർത്തായിരിക്കും സ്റ്റുഡൻസിന് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് അറിയില്ല, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന കുട്ടികളാണ്. അതിനകത്ത് 2200 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം, കണക്ട് ചെയ്യണം. കുറേ പേര് ഇവിടെ ഓൾറെഡി എത്തിയവരാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനെ പറ്റി സംസാരിക്കണം എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ DM അയക്കുക, ഇൻസ്റ്റാഗ്രാമോ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പിന്നെ കുറേ കുട്ടികൾ പറഞ്ഞിട്ട് ഞാൻ കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് ആൻഡ് ജർമ്മനി ഈ 5 രാജ്യങ്ങളുടെയും കൂടി കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് രാജ്യത്തിലെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെയിം സാധനം ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏത് രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി മെൻഷൻ ചെയ്യാനായിട്ട് സെയിം മെസ്സേജിൽ മെൻഷൻ ചെയ്തിട്ട് DM അയക്കാനായിട്ട് ശ്രമിക്കുക. വേറെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാണുന്നവരെ ബൈ ബൈ.